ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹൈറിച്ചിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ അറ്റാച്ച് ചെയ്തത്, ടെമ്പററി അറ്റാച്ച് ചെയ്തത്, പെർമനൻ്റ് അറ്റാച്ച് ചെയ്യാനുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഈ മാസം 5-ാം തീയതി കോടതി പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്, ഈ ഒരു FIR, ഇതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന FIR തന്നെ ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളങ്ങ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. അത് നമ്മളിങ്ങനെ വാദിച്ച് അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഈ കേസ് അതിന് ശേഷം എടുക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന വാദങ്ങൾ, കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമ്മളത് ജഡ്ജ്മെൻറ്റിൽ ഇന്ന് ആ ദിവസത്തെ പ്രൊസീഡിങ്സിൽ നമ്മൾ കണ്ടതാണ്. 11-ാം തീയതി വളരെ പ്രമാദമായ ഒരു കേസ് വരികയാണ്. അതിനുശേഷം നമുക്ക് ഈ കേസ് കേൾക്കാം. അങ്ങനെയാണ് 15-ാം തീയതിയിലേക്ക്, വിഷുവിന് ശേഷം 15-ാം തീയതിയിലേക്ക് ഈ കേസ് മാറ്റിയിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ 11-ാം തീയതിയിലെ കേസ് എന്ന് പറയുന്നത് ഇവർ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കേസായിരുന്നു. അത് അവസാനം ജഡ്ജി കൈയോടെ പിടിക്കുകയും, ഇത് ഇവിടെ ഇങ്ങനെ ഒരു കള്ളാസ് എന്നിട്ട് നമ്മളെ പറ്റിക്കാനും നിങ്ങൾ വേറെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന്, അത് ഇന്ന് തന്നെ തീർത്തോളണം എന്ന് പറഞ്ഞിട്ട് ജഡ്ജ് ഇടപെടുകയും അതിൻ്റെ ഫലമായിട്ട് അടുത്ത ദിവസം 12-ാം തീയതി അവസാനമായിട്ട് വാദിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയും അന്ന് കേസ് പിൻവലിച്ച് ഓടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കേസ് 18-ാം തീയതിയിലേക്ക് മറ്റു ഉപഹർജികൾ കൂടി പരിഗണിക്കാൻ വേണ്ടിയിട്ട്, അതിൽ നമ്മൾ ഇന്നത്തെ പ്രൊസീഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. CMB 2390, അതുപോലെ തന്നെ CMB 2392 എന്നിവ കൂടി പരിഗണിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് 18-ാം തീയതിയിലേക്ക്. വെറും 2 ദിവസം, അല്ലേ? 15-ാം തീയതി 18-ാം തീയതിയിലേക്ക് 2 ദിവസത്തിന് ശേഷം മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ലീഡർമാർ പറ്റിച്ചു കൊണ്ടിരുന്നത് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കേസൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-20 വർഷമൊക്കെ എടുക്കുമെന്നുള്ളതാണ്. ഓരോ മാസത്തിലും ഓരോ തവണയായിരിക്കും ഇതിൻ്റെ ഹിയറിംഗ് ഉണ്ടാവുക. ഭയങ്കര ചടപ്പുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും, 5-ാം തീയതി ഇത് 15-ാം തീയതിയിലേക്ക് മാറ്റുന്നു, 15-ാം തീയതി 18-ാം തീയതിയിലേക്ക് മാറ്റുന്നു. 1-2 ഹിയറിങ്ങോടുകൂടി ഈ കേസ് അവസാനിക്കുകയാണ്. ബഡ്സ് ആക്ടിൻ്റെ പ്രസക്തി തന്നെ 150 ദിവസത്തിനിടയ്ക്ക് എല്ലാ കോടതി നടപടികളും കഴിഞ്ഞ് പണം നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു നിയമമാണ് ഈ ബഡ്സ് ആക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡായിട്ട് അതിന് പ്രത്യേകം കോടതി തന്നെ രൂപീകരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്, അല്ലാതെ മറ്റു കോടതിയല്ല. ഇതിൽ ബഡ്സ് പരമായിട്ട് ഇതുപോലെയുള്ള അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം, ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടികൾ മാത്രമാണ് അവിടെ കേൾക്കുകയും വിധികൾ പ്രസ്താവിക്കുകയും ചെയ്യാം. അപ്പോൾ ലീഡർമാർ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു കളവ് ഇതോടുകൂടി പൊളിയുകയാണ്. 1-2 വാദങ്ങളോടുകൂടി, ഹിയറിങ്ങോടുകൂടി ഈ കേസ് അവസാനിക്കുകയും ഇതിൻ്റെ എല്ലാവിധ കമ്പനിയുടെ ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്ത എല്ലാവിധ സ്ഥാവര ജംഗമ വസ്തുക്കളും ജില്ലാ കലക്ടർക്ക് സ്വന്തമാവുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ജൂലൈയോടുകൂടി EDയുടെ അറ്റാച്ച്മെൻറ്റും, ED കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ അറ്റാച്ച് ചെയ്ത പണമൊക്കെ EDയും കൈവശപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആരൊക്കെയാണോ നിക്ഷേപകർ, അവർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ, അവർ ലയബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കുകയുള്ളൂ എന്നുകൂടി പറയുന്നു. അപ്പോൾ നമുക്ക് 18-ാം തീയതി ആ ഒരു സന്തോഷ വാർത്ത ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിയമപരമായിട്ട് ഈ പണം തിരികെ വേണമെന്ന് പറഞ്ഞവർക്ക് സന്തോഷിക്കാനുള്ള വക അന്നുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇവർ കുറച്ച് ആൾക്കാർ
കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ EDയുടെ അറ്റാച്ച് ചെയ്ത സംഭവത്തിൻ്റെ പിന്നെ ജഡ്ജ്മെൻ്റ് ഇതുവരെ വന്നില്ല. ഞാൻ ഇപ്പോഴും കൂടി നോക്കി, വന്നില്ല. ഇവരെ അതിലാണ് പിടിച്ചിരിക്കുന്നത്. അന്ന് ജഡ്ജ് ഓപ്പൺ കോർട്ടിൽ തന്നെ അതിൻ്റെ വിധി പ്രസ്താവം പറഞ്ഞു കൊടുത്തത് നമ്മളെല്ലാം കേട്ടതാണ്. ഞാൻ ഇവരോട് അപേക്ഷിക്കാൻ പറയുന്നു, പക്ഷെ നിങ്ങൾ അത് പരിഗണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാം എന്നുള്ള ആ ഒരു പ്രസ്താവത്തിന് വേണ്ടിയിട്ടാണ്, അത് എഴുതിയിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഹൈറിച്ചോളികൾ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇടവേളകളൊക്കെ ഹൈറിച്ചിലെ ലീഡർമാർ മറ്റ് ജോലിക്ക് പോകുന്നത്, മറ്റിതുപോലെയുള്ള തട്ടിപ്പ് കമ്പനികളിൽ ചേരുന്നത്, ഇത് പാടെ മറന്നുകൊണ്ട് അവർ മറ്റൊരു സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ മറ്റ് മേഖലകളിൽ അവർ ഇടപെടുന്നത് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേങ്കിൽ ഒരുപാട് പൈസ ഇവർ നിരന്തരം ലീഡർമാരെ വിളിക്കുകയും ലീഡർമാരുടെ വായിൽ നിന്ന് വിൽക്കുന്ന കള്ളത്തരങ്ങൾ അതേപടി അനുസരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് പണം നിക്ഷേപിച്ച നിക്ഷേപകർ ആരും തന്നെ കേസുമായിട്ട് മുന്നോട്ട് വരാതിരിക്കുന്നത്. ഇനിയിപ്പോൾ അവരായി അവരുടെ പാടായി എന്ന് മാത്രമേ പറയാലൂ. എന്തായാലും 10-20 പേര് ആൾറെഡി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് മുഴുവൻ തുകയും കിട്ടാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിരവധി ആൾക്കാർ, കൂടുതൽ പേര് വന്നു കഴിഞ്ഞാൽ അത് വീതിച്ചു പോവുകയുള്ളൂ. ഇപ്പോൾ നിലവിലുള്ള പണം വീതിച്ചു പോകും. അല്ലെങ്കിൽ നിക്ഷേപം അല്ലെങ്കിൽ ഇപ്പോൾ പരാതി കൊടുത്ത എല്ലാവർക്കും അവർ ഇട്ട പണം മുഴുവൻ കിട്ടുന്ന സ്ഥിതിയാണ് ഉള്ളത്. എന്തായാലും ഈ മാസത്തോടു കൂടി ബഡ്സ് ആക്ട് അല്ലെങ്കിൽ ബഡ്സ് കേസ് അവസാനിക്കുന്നതായിരിക്കും. അതിനുശേഷം അടുത്ത 2 മാസത്തിനിടയ്ക്ക് ഇവർക്കൊക്കെ പണം തിരികെ കിട്ടും എന്നാണ്, ഈ രീതിയിലാണ് കേസുകൾ പോകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെയുള്ളത് CBIയുടെ അന്വേഷണമാണ്. CBI ഇവരുടെ എല്ലാത്തരം കളവുകളും ഇവരുടെ ലീഡർമാരുടെ ആസ്തികളും മറ്റ് ഇവരുടെ തട്ടിപ്പിന് ഉപയോഗിച്ച ട്രിക്കുകളും ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും പണം CBI അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകില്ല. CBI അതെവിടെയും നമ്മൾ കേട്ടിട്ടില്ല. അതിനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് EDയും ഇതുപോലെയുള്ള ബഡ്സ് അതോറിറ്റിയുമാണ്, ജില്ലാ കളക്ടറാണ്. അപ്പോൾ എന്തായാലും വളരെ സ്പീഡായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ നിന്ന് ഒക്കെ കേൾക്കാൻ സാധിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എന്താ വേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ലീഡർമാരെ തള്ളാനും നമ്മളെ തള്ളാനും സാധിക്കാത്ത അവസ്ഥയിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് നമുക്ക് 1 രൂപയുടെ ലാഭത്തിന് വേണ്ടിയിട്ടില്ല, എല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പണം ഈ കള്ളന്മാരുടെ കയ്യിൽ നിന്നും എങ്ങനെ തിരിച്ചു കിട്ടാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അല്ലാതെ നമുക്ക് അതിൽ നിന്ന് 1 രൂപ പോലും ആവശ്യമില്ല. നിങ്ങളുടെ പണമാണ്. നിങ്ങളിതിന് കമ്പനിക്ക് ദാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇനി അല്ലെങ്കിൽ തിരിച്ചെടുക്കാനുണ്ടെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക. ബൈ.